എല്ലാ പ്രേക്ഷകർക്കും ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു ടരോട്ട് കാർഡ് റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. പിന്നെ ഇത് നിങ്ങൾ എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് ബാധകമായിരിക്കും. എത്ര വർഷം കഴിഞ്ഞ് കണ്ടാലും, എത്ര ദിവസം കഴിഞ്ഞ് കണ്ടാലും നിങ്ങൾക്ക് കാണുമ്പോൾ അത് ബാധകമായിരിക്കും. ഇന്ന് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഒരു കാർഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള റീഡിംഗ് ആണ്. കാരണം ജനറൽ റീഡിംഗ് ആണെങ്കിലും ഇത് കാണുന്നവർക്ക് വേണ്ടി മാത്രമുള്ള റീഡിംഗ് ആണ്. നമ്മളിവിടെ കണ്ടെത്താൻ ശ്രമിക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണെന്നുള്ളതാണ്. കാർഡുകളൊക്കെ സെറ്റാണ്. നിങ്ങൾ വീഡിയോ കേൾക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ആവുമെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ വിട്ടുകളയുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമുക്ക് ഒന്നാമത്തെ കാർഡിലേക്ക് തന്നെ പോകാം. ജഡ്ജിമെൻ്റ് എന്ന കാർഡാണിന്ന്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഫീലിങ്സാണ്. നമ്മൾ ആ ഫീലിങ്സിലേക്ക് പോകുമ്പോൾ ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഒന്നുകൂടി ജനിക്കുകയാണ്, അല്ലെങ്കിൽ ഒന്നുകൂടി ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ ഉണരുകയാണ്, അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ മനസ്സിലാക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു അവസ്ഥയിലാണ് ആ വ്യക്തി ഉള്ളത്. അറിവ് ഇപ്പോഴാണ് മനസ്സിലായത്. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ കുറേ കാലമായിട്ട് ചില കാര്യങ്ങൾ ഇപ്പോൾ ആ വ്യക്തിയോട് പറയുന്നുണ്ടായിരിക്കാം. പക്ഷെ ആ വ്യക്തി അത് കേൾക്കുന്നുണ്ടായിരുന്നില്ല, മനസ്സിലാക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ആ വ്യക്തിക്ക് ബോധ്യം വന്നിരിക്കുന്നു, പുനർചിന്ത ഉണ്ടായിരിക്കുന്നു, ആ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു, ഉണർവുണ്ടായിരിക്കുന്നു. ഇപ്പോൾ ബുദ്ധിപരമായ ഒരു ചിന്ത ആ വ്യക്തിയിലേക്ക് വന്നിരിക്കുന്നു. ഇപ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കുകയും ചെയ്യും. നിങ്ങൾ തീർച്ചയായിട്ടും നോക്കി നിൽക്കുക. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നു. ആ വ്യക്തി കുറേ പ്രതിസന്ധികളെ തരണം ചെയ്തൊരു വ്യക്തിയാണ്. സമാധാനം ലഭിക്കാൻ പോകുന്നു. ഇതൊക്കെ ഇതിൽ ഉള്ളതാണ്. സമാധാനം ഉണ്ടാകാൻ പോകുന്നു. ആ വ്യക്തിക്ക് ഈശ്വരൻ്റെ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ശക്തിയിൽ നിന്ന്, പോസിറ്റീവ് എനർജിയിൽ നിന്നൊരു സംരക്ഷണം ഉണ്ടാകാൻ പോകുന്നു. അത് പ്രകൃതിദത്തമായി തന്നെയാണ്. മനസ്സിലാക്കുക. ഒരുപാട് തടസ്സങ്ങളും ഉണ്ടായിരുന്നു, ഒരുപാട് നേട്ടങ്ങളും ഉണ്ടാവും. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങളും ഉണ്ടാവും, ഒരുപാട് നേട്ടങ്ങളും ഉണ്ടാവും. അപ്പോൾ കഠിനാധ്വാനം ചെയ്താൽ ആ വ്യക്തി രക്ഷപ്പെടുമെന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ തടസ്സങ്ങളും ഉണ്ട്, നേട്ടങ്ങളും ഉണ്ട്. അപ്പോൾ വെറുതെ ഇരിക്കാൻ കഴിയില്ല, പ്രവർത്തിക്കേണ്ടി വരും. ജീവിതത്തിൽ ഒരു ഘട്ടം കഴിയുകയാണ്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഘട്ടം. അത് പ്രായത്തിൻ്റേതാകാം, കരിയറിൻ്റേതാകാം. അതൊക്കെ ആ വ്യക്തിയുടെ ഫീലിങ്സിലും ബാധിക്കും. ഇപ്പോൾ നിങ്ങൾ ആ വ്യക്തിയുടെ ഫീലിങ്സിനെ കുറിച്ചാണ് നമ്മൾ തേടാൻ നോക്കുന്നത്. ആദ്യത്തെ കാർഡിൽ തന്നെ പറയുന്നത് അത് തന്നെയാണ്. ഇനി ഈ വ്യക്തിയുടെ ചിന്തയിൽ എന്തെങ്കിലും ഒരു വിപരീതമായി സംഭവിച്ചാൽ ആ വ്യക്തിക്ക് ഒരു ആശയക്കുഴപ്പമുണ്ടാവും. ആ വ്യക്തി ഏതെങ്കിലും കാരണവശാൽ വിപരീതമായി ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ ആ വ്യക്തിക്ക് ആശയക്കുഴപ്പമുണ്ടാവും, സംശയം ഉണ്ടാവും. പെട്ടെന്ന് ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ ആ വ്യക്തി പരാജയപ്പെടും. തീ ഒരു പ്രത്യേക ഘടകമാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ. തീക്ക്, അല്ലെങ്കിൽ ചൂടുള്ള ഒരു ഇടത്തിലേക്ക് എത്തുകയോ ഒക്കെ ചെയ്യാം. അതായത് ചൂട് സംബന്ധമായിട്ട് ആ വ്യക്തിക്ക് ജോലി ചെയ്യുകയോ ഒക്കെ ചെയ്യേണ്ടി വരും. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാകാൻ പോകണം. ഇപ്പം നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളും ആ വ്യക്തി കേട്ടിട്ടുണ്ടാവില്ല. പക്ഷേ അന്ന് അതൊക്കെ ആ വ്യക്തിക്ക് കുഴപ്പങ്ങളായിട്ട് ഭവിച്ചു. ഇനി നല്ല ഭാവിയും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആ വ്യക്തിയിലേക്ക് വരുന്നു. ആത്മവിശ്വാസം ആ വ്യക്തിയിലേക്ക് എത്തിച്ചേരുന്നു. ഇത്രയും കാലം ഉണ്ടായിരുന്നില്ല. ആത്മവിശ്വാസത്തിൽ കുഴപ്പമുണ്ടായിരുന്നു, പക്ഷെ ആത്മവിശ്വാസം വരുന്നു. ആ വ്യക്തി നല്ല കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ നിങ്ങൾക്കും പ്രതീക്ഷയുണ്ട്. ഒന്നും മറച്ചു വെക്കുന്നുമില്ല. കുറേ കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇനി ആ വ്യക്തി മറച്ചു വെക്കുന്നില്ല. നമുക്ക് അത്രയാണ് ആ വ്യക്തിയിൽ നിന്ന് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. നമുക്കിനി രണ്ടാമത്തെ കാർഡിലേക്ക് പോകാം. നമ്മൾ ആ വ്യക്തിയുടെ, നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഫീലിങ്സിലേക്കാണ് പോകുന്നത്. പോസിറ്റീവായിട്ടുള്ളൊരു ഫീലിങ്സാണ് രണ്ടാമത്തെ കാർഡ് നമുക്ക് കാണിച്ചു തരുന്നത്.
ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെ ഉപദേശിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഉപദേശിക്കാനായിട്ട് ആ വ്യക്തിക്ക് വെമ്പൽ കൊള്ളുന്നുണ്ട്. ആ വ്യക്തി നിങ്ങളെ വിശ്വസിക്കാൻ വെമ്പൽ കൊള്ളുന്നുണ്ട്. മുമ്പ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കറിയുള്ളൂ. ആ വ്യക്തി വിജയത്തിലേക്ക് നയിക്കപ്പെടുകയാണ്. ആ വ്യക്തി വിജയത്തിലേക്ക് നയിക്കപ്പെടുന്നു. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോട് സ്നേഹം തോന്നുന്നു. സ്നേഹം മാത്രമല്ല, സഹതാപവും സ്നേഹവും. നിങ്ങളെന്ത് ചോദിച്ചാലും നോ എന്ന് പറഞ്ഞിരുന്ന അവസ്ഥയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നു. യെസ് എന്ന് പറയാൻ തുടങ്ങി. യെസ് എന്ന് പറയാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഏറ്റവും മോശമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് സാധ്യതയുണ്ടെന്നെങ്കിലും പറയും. നിങ്ങൾ ഒരു കാര്യത്തെപ്പറ്റി പറഞ്ഞാൽ സാധ്യതയുണ്ട്, ഇനി മോശമായിട്ട് ഒരിക്കലും പറയില്ല. മുമ്പ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം. തീർച്ചയായിട്ടും തെറ്റായ ഉപദേശം ആ വ്യക്തിയിൽ വരാൻ സാധ്യതയില്ല. ബന്ധങ്ങളിൽ പ്രശ്നങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ മോചനം വരികയാണ്. നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇനി നിങ്ങളോട് സിമ്പതിയും ലവും പ്രണയവും ഒക്കെ വരാൻ പോകുന്നു. നിങ്ങൾ ആരെങ്കിലും നിങ്ങളോട് ആ വ്യക്തിയെ സംബന്ധിച്ച് പ്രായമായ ആരെങ്കിലും ഉപദേശിക്കുകയാണെങ്കിൽ ആ കാര്യം നിങ്ങൾ രണ്ടുപേരും അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ചിലപ്പോൾ ഒരാൾ ഉപദേശിക്കാൻ സാധ്യതയുണ്ട്, പ്രായമായ ആൾ. നിങ്ങളത് ഉൾക്കൊള്ളുക. അത് നിങ്ങൾക്കൊരു വലിയ ഐശ്വര്യമാവും. മാത്രമല്ല, നിങ്ങൾ തമ്മിലുള്ളൊരു വിവാഹം നടക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് വിവാഹം കഴിച്ചവരാണെങ്കിൽ ഒരു കുട്ടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും നിങ്ങൾ പരസ്പരം ഹർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആരാണോ വിഷമിപ്പിച്ച അയാൾക്ക് മാപ്പ് തരെയാണ് മറ്റേ ആൾ. അത് ഒരു ഇതാണ്. മാത്രമല്ല, ജീവിതത്തിൽ നല്ലൊരു ആഘോഷങ്ങൾ, അതിപ്പോൾ പലതരത്തിലാകാം. സന്തോഷമുണ്ടാകുന്ന ആഘോഷങ്ങളുണ്ടാകാൻ പോകുന്നു. നേരത്തെ പറഞ്ഞ പോലെ കല്യാണമാകാം. നല്ല തരത്തിലുള്ള മുമ്പ് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ മാപ്പ് തരുന്നു. അങ്ങനെ സ്നേഹം മനസ്സിൽ വരുന്ന അവസ്ഥയാണുള്ളത്. ആ വ്യക്തി നിങ്ങൾക്ക് മാപ്പ് തരും. നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷം തരും. ഇത്രയും കാലം ഒരു അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ ഇനി നിങ്ങൾക്കത് കിട്ടും. ചിന്തയിൽ ചില തെറ്റുകളൊക്കെ ആ വ്യക്തി ചിന്തിച്ചിരുന്നു. ഇനി ആ തെറ്റുകൾ ആ വ്യക്തി ചിന്തിക്കില്ല. ഇനി ആ വ്യക്തി അത് മോശമാക്കില്ല. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളിലേക്ക് വരാനായിട്ട് ഒരു ആഗ്രഹം വന്നിരിക്കുന്നു. ഭൂമി സംബന്ധമായ കാര്യത്തിൽ നിങ്ങൾ രണ്ടുപേർക്കും ഗുണമുണ്ടാകുന്ന കാര്യമാണ്. ഒരു പക്ഷേ വസ്തു വാങ്ങിക്കൽ, അല്ലെങ്കിൽ ഭൂമി സംബന്ധമായിട്ടുള്ള ജോലികൾ, അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ വിശ്വാസപരമായിട്ടും നേട്ടം ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ കല്യാണം പോലുള്ള കാര്യങ്ങളുണ്ടാവും. പരസ്പരം കാരുണ്യം തോന്നുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം കാരുണ്യം തോന്നുന്ന അവസ്ഥ ഉണ്ടാകുന്നു. അങ്ങനെയൊക്കെയാണ് ഈ കാർഡ്. നമുക്കിനി അടുത്ത മൂന്നാമത്തെ കാർഡിലേക്ക് പോകാം. തീർച്ചയായിട്ടും മൂന്നാമത്തെ കാർഡ് നിങ്ങളോട് ഇത്തിരി സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്. കാരണം ഒരു ചാരനോ മറ്റോ വന്നേക്കാം. നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് വന്ന് നിങ്ങളറിയാത്ത രീതിയിൽ ചോദിക്കും. അത് നിങ്ങൾ ആവശ്യമില്ലാതെ മനസ്സ് തുറന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ബന്ധത്തിനെ ബാധിക്കും. നിങ്ങളുടെ ബന്ധത്തെ തകർക്കാനാണ് ഈ വരുന്നവരുടെ ലക്ഷ്യം. അവർ നിങ്ങളിൽ അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കും. നിങ്ങളിൽ ചില പരീക്ഷണങ്ങൾ നടത്താൻ ശ്രമിക്കും. നിങ്ങൾ സൂക്ഷിക്കുക. കാരണം നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ തകർക്കാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള കാര്യം അറിയാനായിട്ട് ചില ആളുകൾ നൈസായിട്ട് വന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരും. അപ്പോൾ അത് നിങ്ങൾ മുൻകൂട്ടി കാണുക. മുൻകൂട്ടി കണ്ടാൽ നിങ്ങൾ അതിനെ അതിജീവിക്കാൻ സാധിക്കും. നിങ്ങളത് സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുക. നിങ്ങളെ ഭരിക്കാനായിട്ടാണ് അവരുടെ ശ്രമം. പ്രത്യേകിച്ച് അങ്ങനെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ആൾ ഒരു യുവാവോ യുവതിയോ ഒക്കെ ആകാം. ഒരു പുതിയ സുഹൃത്തായിരിക്കാം. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ പറ്റി അറിയുക എന്നുള്ള രീതിയാണ്. നിങ്ങൾ സൂക്ഷിക്കണം. ആ കാര്യത്തിൽ നിങ്ങളുടെ നിലവിലുള്ള ബന്ധത്തെ തന്നെ തകർക്കാനായിട്ടൊക്കെ അവരുടെ ചില ശ്രമങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായേക്കാം. നിങ്ങളത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്നുള്ളത് പറയുന്നു. കാരണം അവരുടെ ലക്ഷ്യം ചില കാര്യങ്ങൾ അറിയാനാണ്. അവരെ പറഞ്ഞു വിട്ടേക്കുന്നത് ചിലപ്പോൾ വേറെ ആളുകളായിരിക്കാം. അവർക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്ത് കാര്യങ്ങളാണെന്നുള്ളത്
നിങ്ങളുടെ ജീവിതത്തിൽ അത് വ്യത്യാസം ഉണ്ടാകാം. പക്ഷെ അവരുടെ ലക്ഷ്യത്തിൽ എന്ന് പറയുന്നത് അവർക്ക് ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് അറിയണം, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അത് നേരായ രീതിയിലല്ല, നേരായ രീതിയിൽ അറിയുന്ന രീതിയിലല്ല അവർ വരുന്നത്. വളഞ്ഞ വഴിയിലൂടെ അറിയണ ചില കാര്യങ്ങൾ അറിയണമെന്ന് അവർ പറയുമ്പോൾ തന്നെ നമ്മളത് സൂക്ഷിക്കണം. അവർക്ക് എന്ത് കാര്യമാണ് അങ്ങനെ അറിയാനുള്ളത്? അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ. അത് കൃത്യമായിട്ട് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് നമുക്ക് ഈ സമയത്ത് പറയേണ്ടി വരുന്നു. കാരണം അങ്ങനെ ഒരു സാഹചര്യം ആണ് കാണുന്നത്. അടുത്ത കാർഡ് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ്. അതായത് നിങ്ങൾ തമ്മിലുള്ള ഒരുമിച്ച് ചേരലിനും നിങ്ങൾ മുമ്പുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറി ഒരുമിച്ച് പോകുന്നതിനുമാണ് സാധ്യത. ആ വ്യക്തിയുടെ മനസ്സിലെ ഫീലിങ്സുകൾ അതൊക്കെയാണ്. നിങ്ങൾ ആയിട്ട് ഒരുമിച്ച് പോകാൻ ആ വ്യക്തി തയ്യാറെടുക്കുന്നു. ചെയ്തതും പറഞ്ഞതൊക്കെ തെറ്റ്, പരസ്പരം ബഹുമാനിക്കാനുള്ള ചില കാര്യങ്ങൾ ആ വ്യക്തി ചെയ്യുന്നു. കാരണം പരസ്പരം ബഹുമാനമില്ലാത്ത സമയത്താണ് നമ്മൾ തമ്മിൽ അകന്നത് എന്നുള്ളൊരു അറിവ് ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കുന്നു. പിന്നെ തുറന്ന ആത്മാർത്ഥത ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മനസ്സ് തുറന്നൊരു ആത്മാർത്ഥത കാണും. നിങ്ങൾ പരസ്പരം അംഗീകരിക്കാനുള്ളൊരു മനസ്സുണ്ടാവും. ഈ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെക്കാനായിട്ടുള്ളൊരു തീരുമാനം ബുദ്ധിപരമായിട്ട് നിങ്ങൾ എടുക്കാൻ പോകുന്നു. അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. അങ്ങനെ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ തരത്തിലുള്ളൊരു നന്മ വരും. നിങ്ങൾ തമ്മിൽ ഇതുവരെ കാണാത്ത സ്നേഹം ആ വ്യക്തി നിങ്ങളോട് കാണിക്കും. അതൊന്നിനും മോശമൊന്നുമല്ല. രണ്ട് സംസ്കാരങ്ങൾ തമ്മിൽ യോജിക്കുന്നതായിട്ട് കാണുന്നുണ്ട്, രണ്ട് ചിന്താഗതികൾ തമ്മിൽ യോജിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും പരസ്പരം നല്ല സുഹൃത്തുക്കളാവുന്നു, ഫീലിങ്സ് ഷെയർ ചെയ്യുന്നു, ഹാപ്പി റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നു, ഓരോ പൊതുവായ ലക്ഷ്യം ഉണ്ടാവുന്നു, മ്യൂച്വൽ ഫീലിങ്സ് വരുന്നു, പ്രണയമുണ്ട്, നിങ്ങൾ രണ്ട് ഇണപ്രാവുകളെ പോലെയാവുന്നു, സിമ്പതി ഉണ്ടാകുന്നു, നിങ്ങൾ തമ്മിലൊരു ഐക്യം ഉണ്ടാകുന്നു, സന്തോഷം ഉണ്ടാകുന്നു. ഇതൊക്കെ വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ സൂക്ഷിക്കേണ്ടത് ചില ആളുകൾ വന്നുകൊണ്ട് നിങ്ങൾക്ക് ചുറ്റും നിന്നുകൊണ്ട് ചില പ്രതിസന്ധികൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അത് സൂക്ഷിക്കണം. ഇതെല്ലാം തകർക്കാനായിട്ട് ചില ആൾക്കാർ ശ്രമിക്കും. അതിന് നിങ്ങൾ കണ്ടെത്തണം, മനസ്സിലാക്കണം. അടുത്ത കാർഡ് വലിയ തരത്തിലുള്ള ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് തമ്മിൽ നേടാനിരുന്നൊരു കാര്യം ചിലപ്പോൾ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും, അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കുന്നൊരു കാര്യം ഉണ്ടാവും. ഡിസപ്പോയിൻമെൻറ്റ് നിങ്ങൾക്കുണ്ടാവും, മനസ്സിലൊരു വിഷമം ഉണ്ടാക്കും. ചില തെറ്റായ ചിന്തകൾ അല്ലെങ്കിൽ തെറ്റായ ചില വിശ്വാസ പ്രമാണങ്ങൾ, തെറ്റായ ചില അബദ്ധധാരണകൾ അത് നിങ്ങൾക്കിടയിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം കൃത്യമായിട്ട്. കാര്യങ്ങൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്തിട്ട് ചെയ്താൽ മതി. പെട്ടെന്ന് ഒരു കാര്യത്തിലേക്ക് എടുത്ത് ചാടണ്ട. കാരണം അത് നിങ്ങൾക്ക് ചിലപ്പോൾ മോശമായേക്കാം, ചിലപ്പോൾ നിങ്ങളിൽ ചില പ്രതിസന്ധികളൊക്കെ സൃഷ്ടിക്കാം. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നൊരു കാര്യത്തിലേക്ക് എടുത്ത് ചാടണ്ട. അതായത് ഒരു ദുഃഖം തോന്നുന്നൊരു കാര്യം, അതായത് സംഭവിക്കാതിരിക്കുന്നൊരു കാര്യമാണ്. നിങ്ങൾക്ക് ആശങ്ക ഉണ്ടാവുന്നു, ആശങ്ക കറക്റ്റ് അതാണ്. നിങ്ങളിലേക്കൊരു ആശങ്ക വരുത്തുന്നു. പക്ഷെ ആശങ്ക മാത്രം ഉണ്ടാവുള്ളൂ, സംഭവം നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ പോകും. അതായത് ഉറക്കം നഷ്ടപ്പെടുക, മനസ്സിൽ ഫീൽ ചെയ്യുന്ന പരസ്പരം വേദനിപ്പിക്കുന്ന ചില വാക്കുകൾ പരസ്പരം പറഞ്ഞേക്കാം. അത് അങ്ങനെ ഉറക്കം നഷ്ടപ്പെടുകയും ആശങ്ക ഉണ്ടാകുകയും ചെയ്യും. പക്ഷെ അത് മാനസികമായിട്ടുണ്ടാകുന്ന ഒരു തോന്നൽ മാത്രമാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് നഷ്ടമൊന്നും ഉണ്ടാവില്ല. ഈശ്വരനോട് കൂടുതൽ പ്രാർത്ഥിക്കുക, അടുക്കുക. ഇത് കൃത്യമായൊരു റീഡിംഗ് ആണ്. നിങ്ങൾ ഇത് ഈശ്വരനിലേക്ക് കൂടുതൽ അടുത്ത് കഴിഞ്ഞ് ഈശ്വരൻ ഒരു നിമിഷം കൊണ്ട് അത് മാറ്റിത്തരും. നിങ്ങളുടെ പോസിറ്റീവ് എനർജിയിലേക്ക് മാറിയാൽ ഒരു നിമിഷം കൊണ്ട് അത് ഇല്ലാതാവും. കാരണം അത് അനാവശ്യമായ ആശങ്കയാണ്. ആശങ്ക നിങ്ങൾക്ക് ദൂഷ്യം ഉണ്ടാക്കുന്നതല്ല. അനാവശ്യമായിട്ട് ചില കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട് ഉറക്കം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. അത് വേണ്ട. ഈശ്വരൻ്റെ ഒരൊറ്റ വിളി മതി, ആത്മാർത്ഥമായിട്ടുള്ളത്. ആ പ്രശ്നം അതോടുകൂടി തീരും. നിങ്ങളുടെ ശക്തി ഏതാണെന്ന് വെച്ചാൽ ആ ശക്തിയെ വിളിച്ച് പ്രാർത്ഥിച്ചോളുക, നിങ്ങൾക്ക് നന്മ ഉണ്ടാവും. ഇനിയിപ്പോൾ ആ വ്യക്തി നിങ്ങൾ ഒരുമിച്ചുള്ള ചിന്ത, ആ വ്യക്തിയും നിങ്ങളുടെ തമ്മിലുള്ള ഒരു ചിന്തയിൽ, പ്രത്യേകിച്ച് ആ വ്യക്തിയുടെ മനസ്സിലുണ്ടായ ചിന്ത, കാരണം ആ വ്യക്തിയാണ് ഈ അനാവശ്യമായ ചിന്ത കൊണ്ടുവരുന്നത് ഈ ഒരു ഘട്ടത്തിൽ. പക്ഷേ ആ വ്യക്തി ആദ്യം ഭയപ്പെട്ടിരുന്ന
നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഭയം ഉണ്ടായിരുന്ന, ആശങ്ക ഉണ്ടായിരുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് അപ്പം തന്നെ പറഞ്ഞു. അത് നിങ്ങൾക്ക് നന്നായിട്ടേ ഭവിക്കുകയുള്ളൂ. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ഒരു ദുഃഖം അത് കോരിയിടും. പക്ഷെ അത് ആ ഒരു മാനസികമായ നില തന്നെ മാത്രമേ ഉള്ളൂ. ആ കാര്യത്തിൽ നിങ്ങൾ വിജയിക്കാനാണ് പോകുന്നത്. അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ വിജയിക്കും. ഒരു കാര്യം നിങ്ങളെ രണ്ടുപേരെയും മനസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ദുഃഖം ഉണ്ടാവും. എന്താണ് സംഭവിക്കുക. പക്ഷെ ആ കാര്യം പോസിറ്റീവായിരിക്കും. അതിൻ്റെ റിസൾട്ട് പോസിറ്റീവായിട്ടുള്ള റിസൾട്ടായിരിക്കും. മാത്രമല്ല, നിങ്ങൾക്ക് പല സ്ഥലത്തും സന്ദർശിക്കാൻ ആഗ്രഹമുണ്ട് ഭൂമിയിൽ. അത് സാധ്യമാക്കും. സന്തോഷത്തോടുകൂടി പോകാൻ കഴിയും. അതിൻ്റെ ഔട്ട്കം നല്ലതായിരിക്കും. പ്രതീക്ഷ നിങ്ങൾക്ക് കൂടുതൽ നൽകും. ജീവിതത്തിൽ പല സ്വപ്നങ്ങളും പൂർത്തിയാക്കുന്ന ഒരു ഘട്ടം ഉണ്ടാകുന്നു. ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച സ്വപ്നങ്ങൾ, ഈ ആശങ്കയൊക്കെ ആ വ്യക്തിയുടെ മനസ്സിലുണ്ടായതാണ്. പക്ഷേ ആ ആശങ്കയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ആശങ്കയില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും. പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാവും. യാത്ര നടത്താൻ കഴിയും. പണ്ട് ചെയ്ത പ്രവൃത്തികളുടെ പോലും ഫലം അനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവും. അത് ആ വ്യക്തിക്ക്, നിങ്ങളുടെ ഒരുമിച്ചുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാകുന്ന ഫീലിങ്സുകളൊക്കെ നിങ്ങളെയും ബാധിക്കും. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കും എന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്കൊരിക്കലും, ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാകുന്ന ഫീലിങ്സാണ്, പക്ഷെ അത് നിങ്ങളെയും കൃത്യമായിട്ട് ബാധിക്കും. കാരണം നിങ്ങൾക്ക് അതിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ല. ലാസ്റ്റ് കാർഡ് പറയുന്നത് രണ്ടു പേർക്കും വിജയമാണ്. ആശങ്കയും വേണ്ട, നഷ്ടവും ഉണ്ടെന്ന് പറയുന്നത് വേണ്ട. നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തേക്ക് ഒരു സന്തോഷ വാർത്ത വരും. നിങ്ങൾ ചെയ്ത പ്രവൃത്തിയൊക്കെ വിജയിച്ചുകൊണ്ടും, ഇപ്പോൾ ജോലി, കരിയർ, പരസ്പരം നിങ്ങളുടെ പ്രണയം, ഇഷ്ടം, നിങ്ങൾ എന്ത് നേടാൻ ആഗ്രഹിച്ചോ അത് നിങ്ങൾ നേടും. വിജയം ഉണ്ടാകും. വലിയ തരത്തിലുള്ള കീർത്തി നിങ്ങൾക്ക് ലഭിക്കും. ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കും. നിങ്ങൾ നേരത്തെ ആശങ്കപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആശങ്കയൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ട് പോസിറ്റീവായിട്ട് നടക്കും. ആ വ്യക്തിയുടെ മനസ്സിലുള്ള ഫീലിങ്സുകൾ, നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരേ രീതിയിൽ സ്നേഹിക്കുമ്പോൾ, ഒരേ വഞ്ചിയിൽ യാത്ര ചെയ്യുമ്പോൾ, അത് നിങ്ങളെയും ആ വ്യക്തിയെ ഒരുപോലെ ബാധിക്കും. നിങ്ങളുടെ ജീവിതം ഒരു വലിയ വിജയമാണ്. ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഫീലിങ്സുകളൊക്കെ ഉണ്ടാകും. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒരുമിക്കും. സന്തോഷകരമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും. അതാണ് ഇന്നത്തെ ടാരോട്ട് കാർഡ് റീഡിങ്ങിൽ പറയുന്നത്. ഈ റീഡിങ് നമുക്ക് പെട്ടെന്ന് തീർക്കാൻ കഴിയില്ല. കാരണം ഓരോ കാർഡുകളും വച്ച് നോക്കിക്കൊണ്ട് പോകുന്നത് കൊണ്ട് തന്നെ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഓരോരുത്തരുടെ റീഡിങ് തീർക്കാൻ കഴിയില്ല. പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു പോവുകയാണ്. കാരണം നിങ്ങൾക്കതൊക്കെ ഉപകാരപ്പെടും, ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങൾക്ക് മനസ്സിന് ശാന്തിയും ജീവിതത്തിൽ വിജയങ്ങൾ നേടാനൊക്കെ ഈ റീഡിങ് ഉപകരിക്കുമെന്ന് വിശ്വസിക്കുന്നു.